സുപ്രഭാതം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിഷു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10ാമത്തെ ദിവസമാണ് നമ്മൾ 10ാം ഉദയം ആഘോഷിക്കുന്നത് അല്ലേ. സൂര്യൻ പരിപൂർണ തേജസ്സോടെ ഉച്ചസ്ഥിതിയിൽ ഭൂമിയിൽ ഉദിക്കുന്ന ദിവസമാണ് മേടം 10 എന്ന 10ാം ഉദയമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ പല പല ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. പക്ഷേ അവരെ ഒന്നും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു ദേവനാണ് സൂര്യദേവൻ. സൂര്യദേവനെ പ്രാർത്ഥിച്ചാലുള്ള ഗുണങ്ങൾ അനവധിയാണ്. അപ്പോൾ ഈ മേടം 10ാം ഉദയത്തിനാണ് സൂര്യൻ ഏറ്റവും പ്രകാശത്തോടുകൂടി നമ്മുടെ ഭൂമിയിൽ ഉദിക്കുന്നത്. അപ്പോൾ അന്നാണ് ഭഗവാനെ നമുക്ക് സ്തുതിക്കാനും ഭജിക്കാനും ഒക്കെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഉറപ്പായിട്ടും രാവിലെ സൂര്യ ഉദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായിട്ട് സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ നമുക്ക് ഭൂമിയെ കാല് ഉറപ്പിച്ച് വെച്ച്, അതായത് ചെരുപ്പൊന്നും വിടാതെ ഭൂമിയിൽ കാല് ഉറപ്പിച്ച് വെച്ച് നിന്നിട്ട് സൂര്യദേവനെ പ്രാർത്ഥിക്കാവുന്നതാണ്. അത് നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം ആ ഉദയ സമയത്ത് സൂര്യദേവനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ സൂര്യദേവൻ മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ള അല്ലെങ്കിൽ സൂര്യദേവൻ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടാവും നമ്മളുടെയൊക്കെ അടുത്തല്ലേ. ആ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്യാവുന്നതും നല്ലതാണ്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് തന്നെ പറയാം. അതാണ് ഭഗവാന് പൊങ്കാല ഇടുക എന്നുള്ളത്. സാധാരണ ആറ്റുകാല് പൊങ്കാല അല്ലെങ്കിൽ നമ്മൾ ദേവീക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒക്കെ നമ്മൾ പൊങ്കാല ഇടാറുണ്ടല്ലേ. അതേപോലെ തന്നെ നമുക്ക് ആദിത്യ ഭഗവാന് വേണ്ടി ഒരു വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഫലം കിട്ടുന്ന ഒരു വഴിപാടാണ് പൊങ്കാല ഇടുക എന്നുള്ളത്. അത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ക്ഷേത്രത്തിലൊന്നും പോകണ്ട. നമുക്ക് എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഭഗവാന് പൊങ്കാല അർപ്പിക്കുക എന്നുള്ളത്. പൊങ്കാല ഇടാനായിട്ട് നമ്മുടെ വീടിൻ്റെ മുന്നിൽ മുറ്റമാണെങ്കിൽ മുറ്റം നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കുക. അവിടെ കുറച്ച് വെള്ളം തളിക്കുക. വെള്ളം തളിച്ചതിന് ശേഷം 3 ഇഷ്ടിക എടുത്ത് വയ്ക്കുക. പൊങ്കാല ഇടാനായിട്ട് നമുക്ക് അടുപ്പ് കൂട്ടാം. 3 ഇഷ്ടിക വെച്ചിട്ട്, പുതിയ ഇഷ്ടിക വെച്ചിട്ട് അടുപ്പ് കൂട്ടിയിട്ട് ചെറിയൊരു മൺകലം വാങ്ങിക്കുക. ഇനി മൺകലം വാങ്ങിക്കാനായിട്ട് പാടുള്ളവരാണെങ്കിൽ വീട്ടിൽ നോൺ വെജ് കുക്ക് ചെയ്യാത്ത ഏതെങ്കിലും പാത്രങ്ങളോ ചരുവങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതെടുത്ത് വയ്ക്കുക. അതെടുത്ത് വെച്ചിട്ട് നമുക്കതിൽ പൊങ്കാല ഇടാവുന്നതാണ്. ആദ്യമേ അടുപ്പ് തയ്യാറാക്കിയതിന് ശേഷം വലതുവശത്തായിട്ട് നമുക്ക് ഒരു തട്ടത്തിൽ അല്ലെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയില വെട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് വിളക്ക് തെളിയിക്കണം. 5 തിരിയിട്ടോ 2 തിരിയിട്ടോ ഒക്കെ നമുക്ക് വിളക്ക് തെളിയിക്കാവുന്നതാണ്. വിളക്ക് തെളിയിച്ചിട്ട് നമ്മൾ ഗണപതി ഭഗവാനെയും സൂര്യഭഗവാനെയും മനസ്സിൽ സങ്കല്പിച്ച് നമ്മൾ വിളക്ക് കൊളുത്തണം. അതായത് എല്ലാ തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഗണപതി ഭഗവാനെയും പിന്നെ നമ്മൾ ആദിത്യ ഭഗവാനാണല്ലോ പൊങ്കാല അർപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാനെയും സൂര്യദേവനെയും മനസ്സിൽ വിചാരിച്ചിട്ട് വിളക്ക് കൊളുത്തണം. ഈ വിളക്കിൽ നിന്ന് നമ്മൾ അടുപ്പിലേക്ക് തീ പകർന്ന് ആണ് നമ്മൾ പൊങ്കാല അർപ്പിക്കേണ്ടത്, പൊങ്കാല ഇടേണ്ടത്. അപ്പോൾ പൊങ്കാല ഇടുമ്പോഴത്തേക്ക് കിഴക്കോട്ടേക്ക് വേണം നമ്മൾ തിരിഞ്ഞ് നിന്നിട്ട് സൂര്യദേവനെ പ്രാർത്ഥിക്കുകയും കിഴക്കോട്ട് നിന്ന് വേണം നമ്മൾ പൊങ്കാല ഇടാനായിട്ട്. പൊങ്കാല ഇടുമ്പോഴത്തേക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, മറ്റുള്ള കാര്യങ്ങൾക്ക് ഇടയ്ക്ക് പോവുക ഒന്നും ചെയ്യരുത്. പൊങ്കാല ഇടുമ്പോഴത്തേക്കും പൊങ്കാലയിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. പൊങ്കാല ഇടാനായിട്ട് ഉണക്കലരിയാണ് പ്രധാനം. ഉണക്കലരി ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചരി എടുക്കാം. ഉണക്കലരി കിട്ടുമെങ്കിൽ ഉണക്കലരി തന്നെ. ഒരു പിടി ഉണക്കലരി മതി നമുക്ക്. ഒരു പിടി ഉണക്കലരി, പിന്നെ ശർക്കര, തേങ്ങ, നെയ്യ്, പഴം, ഈ 5 സാധനങ്ങൾ മാത്രം മതി നമുക്ക് പൊങ്കാല ഇടാനായിട്ട്. വേറെ കിസ്മിസോ മുന്തിരിയോ അങ്ങനെ അണ്ടിപ്പരിപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഇടേണ്ട. പൊങ്കാല ഇടുമ്പോഴത്തേക്ക് നമ്മൾ 5 സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഉണക്കലരി, തേങ്ങ, ശർക്കര, നെയ്യ്, പഴം കേട്ടോ. പഴം അവസാനം പൊങ്കാലയെല്ലാം തിളച്ച് വെന്ത് കഴിഞ്ഞ് ഇറക്കുന്നതിന് മുൻപായിട്ട് പഴങ്ങൾ അരിഞ്ഞ് നിരത്തുക. അതിനുശേഷം നമുക്ക് ഭഗവാന് നേദിക്കാവുന്നതാണ്.
ഇപ്പം സൂര്യ ഉദയ സമയത്താണ് നമ്മളിത് ചെയ്യേണ്ടത്. സൂര്യ ഉദയ സമയം കറക്റ്റായിട്ട് അറിയാനായിട്ട് നമുക്ക് കലണ്ടറെ നോക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാ കലണ്ടറിലും ഓരോ സ്ഥലത്തെയും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് 3 സ്ഥലങ്ങളിലെയും ഉദയത്തിന് സമയം കൊടുത്തിട്ടുണ്ടാവും. ആ ഉദയ സമയത്തിനനുസരിച്ചിട്ട് നമ്മൾ പൊങ്കാല ഇടുക. പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് പൊങ്കാല വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ട് ഭഗവാന് അർപ്പിക്കുന്നതായിട്ട് നമ്മൾ മനസ്സാലെ പ്രാർത്ഥിക്കുക. നമ്മൾ ഇങ്ങനെ ഈ ഒരു ദിവസം, അതായത് 10-ാമതേ ദിവസം ഭഗവാന് വേണ്ടിയിട്ട് പൊങ്കാല സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം മുഴുവനും ആദിത്യ പൂജ നടത്തിയതിൻ്റെ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും സർവോപരി നമ്മുടെ ആരോഗ്യത്തിനും, നമുക്ക് ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം അല്ലേ? ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും ആരോഗ്യങ്ങൾക്കും വേണ്ടിയും ഈ പൊങ്കാല, അതായത് ഭഗവാന് നേദിക്കുന്ന ഈ ഭഗവാന് പൊങ്കാല നേദിക്കുവാണെങ്കിൽ നമുക്ക് ഉണ്ടാവും. പിന്നെ പൊങ്കാല ഇടാനായിട്ട് 3 ദിവസം വ്രതം എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ വ്രതം എടുക്കുക. ഇല്ലെങ്കിൽ തലേ ദിവസം എങ്കിലും നമ്മൾ വ്രതം എടുക്കാനായിട്ട് നോക്കുക. നോൺ വെജൊക്കെ ഒഴിവാക്കി വ്രതം എടുക്കാനായിട്ടൊന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാവും. പിന്നെ 10-ാമതേ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് അരയാലിന് 21 തവണ പ്രദക്ഷിണം വെക്കുക എന്നുള്ളത്. അത് ഈ 10-ാമതേ ദിവസം നമ്മൾ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻജന്മ പാപം പോലും അകന്നിട്ട് നമുക്ക് എന്താണോ ആഗ്രഹം, ആ ആഗ്രഹം നമുക്ക് കൈവരുമെന്നാണ് വിശ്വാസം. ഇനിയിപ്പോൾ എല്ലാവർക്കും മുറ്റത്ത് വെച്ചിട്ട് പൊങ്കാല ഇടാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് അകത്ത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഗ്യാസ് അടുപ്പിൻ്റെ അടുത്തായിട്ട് വിളക്ക് തെളിയിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പൊങ്കാല ഇട്ടതിന് ശേഷം പക്ഷേ നമ്മൾ വെളിയിൽ, അതായത് ഭഗവാനെ കാണാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ പൊങ്കാല വെച്ചിട്ട് ഭഗവാനെ നേദിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഭഗവാന് കൊടുക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ 10-ാമതേ ദിവസം നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമാണ്. നമുക്ക് ഒരു വർഷം മുഴുവൻ അതിൻ്റെ ഫലം കിട്ടുന്നതാണ്. അപ്പോൾ ഈ 10-ാമതേ ദിവസം ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും നന്മകളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭദിനം. നന്ദി.